ലോകത്തെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളും ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹമാകുവാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുന്ന സകല പേർക്കും അനുഗ്രഹമാകുവാൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ വരവ് വാതുക്കൽ ലോക സംഭവങ്ങൾ നമ്മെ ഇത് വിളിച്ചറിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോട് ഒരുങ്ങുവാനുള്ളൊരു ആവേശമുണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രയോജനകരമായ ഒരു ചിന്ത നിങ്ങളോട് ഞാൻ ഈ സമയത്ത് പങ്കിടാം. യേശുക്രിസ്തു പരസ്യ ലോകത്തിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ചില നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെടുന്നതും ഒരു സ്ത്രീയുടെ 10 ദ്രഹ്മകളിൽ ഒരു ദ്രഹ്മ നഷ്ടപ്പെടുന്നതും, ഒരപ്പന് 2 മകനുണ്ടായിരുന്നു, അതിൽ ഒരു മകൻ നഷ്ടപ്പെടുന്നതുമായ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ കൊച്ചു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തകളെ തൊട്ടുണർത്തുവാൻ അതിനകത്തു നിന്ന് ഒരു ചെറിയ കാര്യം പറയാം. നഷ്ടം സംഭവിച്ചു എന്ന് ബോധ്യം വരാത്തൊരാൾക്ക് അത് കണ്ടുപിടിക്കുവാനുള്ള ആഗ്രഹമുണ്ടാകില്ല. ആത്മീയ ലോകം എന്നെ കേൾക്കുന്ന എല്ലാവരും അറിയണം, നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അന്വേഷണം ആരംഭിച്ചേ മതിയാവും. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന നിങ്ങളുടെ ആത്മസന്തോഷം ഇന്നുണ്ടോ? ഈ നഷ്ടം സംഭവിച്ചത് എവിടെയാണെന്നൊന്ന് തിരിച്ചറിയാൻ അന്വേഷണം ആരംഭിക്കണം. ഏതെങ്കിലും മുള്ളിനകത്തോ കാട്ടിനകത്തോ വള്ളികളിലോ കുരുങ്ങിക്കിടക്കുകയാണ് ആട്. 2, വീട്ടിനകത്ത് നഷ്ടപ്പെട്ട ആ ദ്രഹ്മ ആ വീട്ടിൽ തന്നെ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 8 മുതൽ 10 വരെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആ ദ്രഹ്മ ആ വീട്ടിലുണ്ട്. ഇരുട്ടത്ത് അന്വേഷിച്ചാൽ കിട്ടില്ല. വിളക്ക് കത്തിക്കണം. അത് ദൈവവചനമാണ്, യേശുക്രിസ്തുവാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറയാം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാൻ ഒരു അന്വേഷണം ഇവിടെ ആരംഭിക്കട്ടെ. ഈ അന്വേഷണത്തിൽ നിങ്ങൾക്കൊരു വിളക്ക് ആവശ്യമാണെങ്കിൽ ആ വിളക്ക് നിങ്ങൾ ഉപയോഗിക്കണം. ഇരുട്ടത്ത് അന്വേഷിച്ചാൽ നഷ്ടപ്പെട്ടത് കിട്ടില്ലെന്നറിയണം. ഇവിടെ ലോകത്തിൽ പലരും അന്വേഷിക്കുക, പക്ഷെ ഇരുട്ടത്താണ് അന്വേഷിക്കുന്നത്. ഇനിയും വെളിച്ചം ഉണ്ട്, വിളക്ക് കത്തിച്ചെന്നിരിക്കട്ടെ, എങ്കിലും ആ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ കണ്ണിന് ഗോചരമാകണമെങ്കിൽ, നിങ്ങൾക്കത് കാണണമെങ്കിൽ ഈ പ്രകാശം അതിൽ തട്ടിയിട്ട് ആ വസ്തുവിൻ്റെ ആ നാണയത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകണ്ടേ? വേണം. പക്ഷെ അത് വല്ല പേപ്പറോ തുണിയോ മൂടിക്കിടക്കുകയാണെങ്കിലോ? അങ്ങനെയാ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി, അന്വേഷണം നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, നിങ്ങൾ വിളക്ക് കത്തിച്ചും കഴിഞ്ഞു, പക്ഷെ കിട്ടുന്നില്ല. പക്ഷേ വിളക്ക് കത്തിച്ചു എന്നുള്ള നിങ്ങളുടെ മനസാക്ഷിയുടെ സന്തോഷം കൊണ്ട് ഈ നഷ്ടപ്പെട്ടത് കിട്ടണമെന്നില്ല. നമ്മുടെ ഇടയിൽ ഒരുപാട് സുവിശേഷങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രസംഗകരുണ്ട്, ലോകം മുഴുവൻ ലക്ഷങ്ങളെ അഭിസംബോധന ചെയ്യുന്നവർ, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എന്താ ഇന്നും നഷ്ടപ്പെട്ടു പോയത് പലതും മടക്കി കിട്ടാത്ത? സഭയ്ക്ക് നഷ്ടമില്ലേ? നിങ്ങൾക്ക് വ്യക്തിപരമായ നഷ്ടമില്ലേ? കുടുംബത്തിന് നഷ്ടമില്ലേ? ദയവായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ആരോ പറഞ്ഞു പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. നിങ്ങൾക്ക്
നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ, അന്വേഷണം ആരംഭിച്ചുവെങ്കിൽ, പ്രകാശം വിളക്കും നിങ്ങൾ കത്തിച്ചുവെങ്കിലും അതിന് എന്തോ മൂടിയിട്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ മുൻവിധികളാകാം, നിങ്ങളുടെ സ്വന്തമായ ചില ആശയങ്ങളാകാം. അതൊക്കെ ഇത് ലഭിക്കാൻ തടസ്സമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയും, ആ മൂടിക്കിടക്കുന്ന അതിൻ്റെ ആ മേലാട അല്ലെങ്കിൽ ആ ദ്രമ്മയെ മൂടിയിട്ടിരിക്കുന്നത് മാറണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ലൂക്കോസ് 15-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വായിക്കുമ്പോൾ ആ 3 നഷ്ടങ്ങളിൽ വീട്ടിലെ നഷ്ടം, ഞാൻ ആടിൻ്റെ നഷ്ടമോ മകൻ്റെ നഷ്ടത്തിലേക്കോ വരാതെ ആ വീട്ടിലെ നഷ്ടത്തിൽ തന്നെ നിൽക്കുന്നത്, നമ്മുടെ അകത്തെ നഷ്ടം കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ പിന്നെ പുറത്തെ നഷ്ടം കണ്ടുപിടിക്കാൻ. സഭയ്ക്കകത്ത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് തിരികെ കിട്ടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശുദ്ധീകരണം കൂടെ നടന്നെങ്കിലേ അത് തിരിച്ചു കിട്ടൂ. അതിനുവേണ്ടി ദൈവാത്മാവിന് വിധേയപ്പെടണം. വിളക്ക് കത്തിച്ചതുകൊണ്ട് മാത്രമായില്ല ഒരു ശുദ്ധീകരണം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. കാട്ടിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരാടെ 100 ആടിൽ ഒരാട നഷ്ടപ്പെട്ടെ. വീട്ടിൽ നഷ്ടപ്പെട്ടപ്പോൾ 10 ദ്രമ്മയിൽ ഒരു ദ്രമ്മയാണ് നഷ്ടപ്പെട്ടെ. എന്നാൽ മൂന്നാമത് നാട്ടിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരപ്പൻ്റെ 2 മക്കളിൽ ഒരു മകനാണ്. എന്നാൽ 15-ാം അധ്യായം കഴിഞ്ഞ് 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടത് പറയുന്നുണ്ട്. ഒരു ധനവാൻ, ലാസറിൻ്റെയും ധനവാനിൻ്റെയും സംഭവം 16-ാം അധ്യായം ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് പഠിക്കാം. 100 ആടിൽ 1 പോയപ്പോൾ നിസ്സാരമാക്കിയാൽ 10 ദ്രമ്മയിൽ 1 പിന്നെ പോയത്, അപ്പോൾ 100-ൽ 10. പിന്നെ 2 മക്കളിൽ ഒരാളാണ്, അപ്പോൾ 100-ൽ 50. അവസാനം 16-ാം അധ്യായത്തിലെ ധനവാൻ്റെ നഷ്ടം 100-ൽ 100. കേട്ടോ, ഇങ്ങനെ ഈ വാക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവസാനം നിങ്ങളുടെ ആത്മാവ് കൂടെ നഷ്ടപ്പെടുന്നിടത്ത് എന്ന് എല്ലാം അവസാനിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു നല്ല ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഞാൻ തരികയാണ്. ചെറിയ നഷ്ടങ്ങളെ നിസാരമാക്കി ഒരു പാട്ട് പാടിയില്ല, ഒന്ന് ആരാധിച്ചില്ല, ഒന്ന് സ്തോത്രം പറഞ്ഞില്ല, ഓ കൺവെൻഷനല്ലേ പോയില്ല, സാരമില്ല, അങ്ങനെ ജീവിതത്തിൽ ആത്മീയമായി നിങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു മൂല്യങ്ങളെ നിങ്ങൾ നിസ്സാരമാക്കി കളയുമ്പോൾ അവസാനം നഷ്ടപ്പെടുന്ന ലൂക്കോസ് 16-ാം അധ്യായത്തിലെ ഒരാത്മാവിൻ്റെ നഷ്ടമാണ്. അത് ഈ ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു ആരാധനയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ദൈവസ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ വചനത്തിലേക്ക്, ബൈബിൾ വായനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്. നഷ്ടം സംഭവിച്ചിട്ട്, ആത്മീയ ജീവിതത്തിനകത്ത് വലിയ നഷ്ടം സംഭവിച്ചിട്ട് മനസ്സ് ഭാരപ്പെട്ടാണിരിക്കുന്നതെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങളൊരു വാക്കോടെ പറഞ്ഞു നിർത്താം. മിഡിൽ ഈസ്റ്റ് മുഴുവൻ ആത്മീയമായി കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എമിറേറ്റ്സ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നിങ്ങളുടെ അടുത്തുള്ള ആരാധനയിലേക്ക് പോകുവാൻ നിങ്ങൾക്കൊരവസരവും കൂടിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോവുകയാണ്. ഗാഡ് ബ്ലസ് യു.